ജപമാല ചൊല്ലുന്നവരെല്ലാം പറയുന്ന സങ്കടങ്ങളിലൊന്നാണ് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്നത്. പല വിചാരങ്ങൾ കൊണ്ടാണ് നമ്മിൽ പലരും ജപമാല പൂർത്തിയാക്കുന്നതും. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫോൺ വരുന്നത്. ചിലർ ഉടൻ തന്നെ അതിന്റെ പുറകെ പോകും. പഴയൊരു സിനിമയിലെ രംഗം പോലെ ജപമാല പ്രാർത്ഥനയ്ക്കിടയിൽ കോഴിക്കൂട് അടച്ചോ എന്ന് ചോദിക്കുന്നവർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കെങ്ങനെയാണ് ജപമാല ഏകാഗ്രതയോടെ ചൊല്ലി പൂർത്തിയാക്കാൻ കഴിയുന്നത്? നമ്മുടെ മനസ്സും ചിന്തകളും ജപമാലയിലേക്ക് മുഴുവൻ അർപ്പിക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. നമ്മുടെ ആത്മാർത്ഥത അതിൽ പ്രധാനപ്പെട്ടതാണ്. ജപമാല അധരവ്യായാമം അല്ല എന്ന് നാം മനസ്സിലാക്കണം. ജപമാല അർത്ഥപൂർണതയോടെ ചൊല്ലാൻ നമ്മൾ ആദ്യം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ആത്മാർത്ഥതയുണ്ടായിരിക്കുകയുമാണ്. അതിനായി നാം ദൈവത്തോട് സഹായം ചോദിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുക: എന്റെ ഹൃദയത്തിലെ എല്ലാ പല വിചാരങ്ങളെയും ആശങ്കകളെയും ഇതാ ഞാൻ ദൈവമേ അങ്ങേക്ക് തരുന്നു. ഏകാഗ്രതയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഈ ജപമാല പ്രാർത്ഥനയിൽ എന്റെ അരികെയുണ്ടായിരിക്കണമേ. അമ്മയോടുകൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.